നമസ്കാരം, ഞാൻ ജ്യോത്സ്യൻ നിർമ്മൽ. കേരള പ്രൈം ടുഡേയുടെ ജ്യോതിഷ പ്രോഗ്രാമായ നിങ്ങളുടെ ഈ ആഴ്ചയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഒക്ടോബർ 6 മുതൽ 12 വരെയുള്ള ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ഈ ആഴ്ചയിലെ കൂറ് അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ആദ്യമായി മേടക്കൂറ്. അശ്വതി, ഭരണി, കാർത്തിക, ആദ്യകാൽപാദം ഇവർക്ക് ഈ ആഴ്ചത്തെ ഫലങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തിൽ പുരോഗതിയും എല്ലാവരുടെയും ആരോഗ്യം നല്ല രീതിയിൽ തുടരുകയും സാമ്പത്തിക ലാഭവും തൊഴിൽ മേന്മയും വിവാഹ കാര്യങ്ങൾ ആലോചിക്കുന്നവർക്ക് വിവാഹ കാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങളും ധനപരമായി ഈ വാരം കൂടുതൽ ഗുണകരമായ വാരമായിട്ടാണ് പറയേണ്ടത്. ദൂരയാത്രയും തൊഴിൽപരമായ അന്വേഷണങ്ങൾ വിജയപ്രാപ്തിയിൽ എത്തിച്ചേരുകയും ചെയ്യും. കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദങ്ങളും ചേർന്നാണ് ഇടവക്കൂറ്. ഇവർക്ക് വ്യാഴം ജന്മത്തിലൂടെ സഞ്ചരിക്കുകയും ശനി കണ്ടകശനിയായി 10-ലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ് ഇത്. തൊഴിൽപരമായി അലച്ചിലുകളും സ്ഥാനചലനങ്ങളും തൊഴിൽപരമായി ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ക്ലേശങ്ങളും കുട്ടികളുടെ പഠന നിലവാരത്തിൽ കുറവും ആരോഗ്യ സാമ്പത്തിക രംഗങ്ങളിലെല്ലാം തന്നെ ഗുണകരമല്ലാത്ത അവസ്ഥ തുടരുകയും ചെയ്യുന്നതാണ്. ഇവർ പരിഹാരമായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന, പാൽപ്പായസം, തുളസിമാല, ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാടുകളും നടത്തുക. അടുത്തതായി മിഥുനക്കൂറ്. മകയിരം അവസാന പകുതിയും തിരുവാതിര, പുണർദം ആദ്യ 3 പാദവും ചേർന്ന മിഥുനക്കൂറ്. ഇവർക്ക് രോഗദുരിത ബുദ്ധിമുട്ടുകളും ദൂരയാത്രയും സാമ്പത്തിക നഷ്ടങ്ങളും തൊഴിൽപരമായ സ്ഥാനചലനങ്ങളും ഭാര്യാകലഹവും അനുഭവത്തിൽ വരുന്നതാണ്. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം കുറയുകയും ചെയ്യുന്ന ഒരു വാരമായിട്ടാണ് പറയേണ്ടത്. ഇവർ പരിഹാരമായി വിദ്യാർത്ഥികളുടെ പേർക്ക് വിദ്യാരാജഗോപാല മന്ത്രാർച്ചന, തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രതിസന്ധികളും നേരിടുന്നവർ മഹാവിഷ്ണുക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന നടത്തുക. ശിവക്ഷേത്രത്തിൽ ജലധാരയും വഴിപാടായി നടത്തുക. അടുത്തതായി കർക്കിടകക്കൂറ്. പുണർദം 4-ാം പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രജാതകർക്ക് ഈ ആഴ്ച വ്യാഴം 11-ലൂടെ സർവാഭീഷ്ട സ്ഥാനത്തൂടെ സഞ്ചരിക്കുന്നതിനാൽ എല്ലാവിധ സർവാഭീഷ്ടങ്ങളും സാധ്യമാകുന്ന ഒരു ആഴ്ചയാണ്. ശുക്രൻ കേന്ദ്രത്തിലൂടെ മാളവിയോഗം ചെയ്ത് നിൽക്കുന്നതിനാൽ അപ്രതീക്ഷിത ധനാഗമനം, വാഹന നേട്ടം, സാമ്പത്തിക തൊഴിൽപരമായ രംഗങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലയളവാണ്. ഇവർക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഈ ആഴ്ച ഉണ്ടാകുന്നതല്ല. അതിനാൽ പ്രത്യേക പരിഹാരങ്ങളും ആവശ്യമില്ല. അടുത്തതായി ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രം 1-ാം പാദം ഇവർക്ക് ഈ ആഴ്ച തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളും ധനപരമായ ക്ലേശാവസ്ഥകളും ഭാര്യ ഭർത്തൃ കലഹ സാധ്യതകളും ഉണ്ടാകുന്ന ഒരു കാലയളവായിട്ടാണ് പറയേണ്ടത്. എല്ലാ തൊഴിൽപരമായ രംഗങ്ങളിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വന്നു ചേരുന്ന ഒരു കാലയളവാണ്. അപ്പോൾ ഇവർ പരിഹാരമായി ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാടും മഹാവിഷ്ണുക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചനയും വഴിപാടായി നടത്തുക. അടുത്തതായി കന്നിക്കൂറ്. ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ പകുതി. ഇവർക്ക് വ്യാഴം 9-ലൂടെ സഞ്ചരിക്കുന്ന കാലഘട്ടമായതിനാൽ ദുരിത ബുദ്ധിമുട്ടുകളൊന്നും അനുഭവത്തിൽ വരുന്നതല്ല. എല്ലാവിധ ഭാഗ്യ അനുഭവങ്ങളും വന്നു ചേരുന്ന ഒരു കാലയളവാണ്. അതോടൊപ്പം ദൂരയാത്രയും തൊഴിൽപരമായ നേട്ടങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരുന്ന ഒരു കാലയളവായിട്ട് വേണം നമുക്ക് പറയാൻ. ഇവർക്കും വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരാത്തതിനാൽ മറ്റു പരിഹാരങ്ങൾ ആവശ്യമില്ല. അവരുടെ ഇഷ്ടദൈവ വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോകുക. അടുത്തതായി തുലാക്കൂറ്. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ 3 പാദം. ഇവർക്ക് വ്യാഴം അഷ്ടമത്തിലൂടെ സഞ്ചരിക്കുന്ന ഏറ്റവും ദുരിതപൂർണമായ കാലയളവാണിത്. വ്യാഴത്തിൻ്റെ അഷ്ടമത്തിലെ സ്ഥിതി തൊഴിൽപരമായും ധനപരമായും
ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി തീർക്കുകയും ശാരീരിക ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി തീർക്കുക, സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവത്തിൽ വരിക, സർക്കാർ ഇതര സംവിധാനങ്ങളിൽ നിന്നുള്ള പ്രതികൂലമായ നടപടികൾ ഉണ്ടാവുക, ദൂരയാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരിക എന്നിവയും ഫലമായി കാണുന്നു. ഇവർ പരിഹാരമായി ശിവക്ഷേത്രത്തിൽ ജലധാര, മഹാവിഷ്ണുക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന, തുളസിമാല, പാൽപായസം എന്നീ വഴിപാടുകൾ കഴിക്കുകയും വിഷ്ണു സഹസ്രനാമ ജപം നടത്തുകയും ചെയ്യുക. അടുത്തതായി വൃശ്ചികക്കൂർ, വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെട്ട വൃശ്ചികക്കൂറിന് ഈ ആഴ്ച ധനലബ്ധിയും തൊഴിൽപരമായ മേന്മയും, മാതൃസ്ഥാനീയർക്ക് ആരോഗ്യക്ലേശങ്ങളും വാഹന സംബന്ധമായി ധനനഷ്ടങ്ങളും ഉണ്ടാകാവുന്ന ഒരു കാലയളവാണ്. എങ്കിലും വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചകരമായി തുടരുകയും എല്ലാവിധ ഗുണാനുഭവങ്ങളും ഉള്ള ഒരു വാരമായിട്ടാണ് പറയേണ്ടത്. ശനി കണ്ടകശനിയായി 4 സഞ്ചരിക്കുന്നതിനാൽ പരിഹാരമായി ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാടുകൾ നടത്തുക. അടുത്തതായി ധനുക്കൂറ്, മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. ഇവർക്ക് രാശ്യാധിപനായ വ്യാഴം 6 സഞ്ചരിക്കുന്ന കാലഘട്ടമായതിനാൽ ഇത് പൂർണ്ണമായും ദുരിതപൂർവമായ കാലയളവാണ്. സാമ്പത്തിക ക്ലേശങ്ങളും ആരോഗ്യ ക്ലേശങ്ങളും, ദമ്പതിമാർക്കിടയിൽ കുടുംബ കലഹങ്ങളും, ദൂരയാത്രകളും, വാഹന സംബന്ധമായ ധനനഷ്ടങ്ങളും ഉണ്ടാകുന്ന ഗുണകരമല്ലാത്ത കാലയളവായിട്ടാണ് ഇത് പറയേണ്ടത്. രോഗദുരിത വിഷയങ്ങൾ ഇവരെ കൂടുതലായി ബാധിക്കാനുള്ള സാധ്യത ഉള്ള കാലയളവാണ്. ഇവർ പരിഹാരമായി മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭാഗ്യസൂക്താർച്ചന, തുളസിമാല, പാൽപായസം എന്നീ വഴിപാടുകൾ കഴിക്കുകയും ശിവക്ഷേത്രത്തിൽ കൂവളമാല, പിൻവിളക്ക് എന്നീ വഴിപാടുകൾ നടത്തുകയും ചെയ്യുക. അടുത്തതായി മകരക്കൂറ്, ഉത്രാടം 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി. ഇവർക്ക് ശനി, കൂറിൻ്റെ രാശ്യാധിപനായ ശനി 2 കണ്ടകശനിയായി തുടരുന്നു. എങ്കിലും വ്യാഴം 5 സഞ്ചരിക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങൾക്കും ഗുണാനുഭവങ്ങളാണ് പറയേണ്ടത്. അവിവാഹിതർക്ക് വിവാഹ ലബ്ധിയും സന്താന ഗുണാനുഭവങ്ങളും തൊഴിൽപരമായ നേട്ടങ്ങളും ഉണ്ടാകുന്ന കാലയളവാണ്. ആരൂഢാധിപനായ അല്ലെങ്കിൽ രാശ്യാധിപനായ ശനിയാണ് ഏഴരാണ്ട ശനിയായി തുടരുന്നത് കൊണ്ട് നമുക്ക് വലിയ ദോഷങ്ങൾ പറയേണ്ടതില്ല. വ്യാഴം 5 സഞ്ചരിക്കുന്നതിനാൽ കൂടുതൽ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ഇവർ പരിഹാരമായി ശാസ്താക്ഷേത്രത്തിൽ നീലാഞ്ജന വഴിപാടുകൾ നടത്തുക. അടുത്തതായി കുംഭക്കൂറ്, അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ 3 പാദം. ഇവർക്ക് ശനി ഏഴരാണ്ട ശനിയായി വക്രബലവാനായി സഞ്ചരിക്കുകയും വ്യാഴം 4 സഞ്ചരിക്കുകയും ചെയ്യുന്ന കാലയളവാണ്. ഇവർക്ക് സർക്കാരിൽ നിന്നും പ്രതികൂലമായ നടപടികൾ ഉണ്ടാവുക, വാഹന സംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ, ആരോഗ്യകാര്യങ്ങളിൽ അനാരോഗ്യകരമായ അവസ്ഥകൾ തുടരുക, വളരെ ഗുണം പറയാൻ പറ്റുന്ന ഒരു കാലയളവായിട്ടല്ല നമുക്ക് കുംഭക്കൂറുകാരുടെ ഈ ആഴ്ച പറയേണ്ടത്. ഇവർ പരിഹാരമായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചനയും ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാടും ശിവക്ഷേത്രത്തിൽ ജലധാരയും പിൻവിളക്കും നടത്തുക. അടുത്തതായി മീനക്കൂറ്, പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി. ഇവർക്ക് വ്യാഴം 3 മറഞ്ഞു സഞ്ചരിക്കുന്ന കാലയളവും ശനി ഏഴരാണ്ട ശനിയായി 12 സഞ്ചരിക്കുന്ന കാലയളവുമാണ്. ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ തുടരുന്ന ഒരു കാലയളവാണ്. അതോടെ അപ്പോൾ ആരോഗ്യപരമായ കാര്യങ്ങളിലും മെച്ചം ആയിരിക്കില്ല. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ അലസമനോഭാവം ഉണ്ടാവുകയും എല്ലാവിധ രീതിയിലും തൊഴിൽ, സാമ്പത്തികം എല്ലാ രംഗങ്ങളിലും മെച്ചകരമല്ലാത്ത ഒരു അവസ്ഥ തുടരുക, ദൂരയാത്രകൾ വേണ്ടി വരിക, വാഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ധനനഷ്ടങ്ങൾ, ചെറിയ അപകട സാധ്യതകളൊക്കെ ഉണ്ടാകുന്ന കാലയളവാണ്.
ഇവരും പരിഹാരമായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന, വിഷ്ണു സഹസ്രനാമ ജപം, ശിവക്ഷേത്രത്തിൽ ജലധാര, പിൻവിളക്ക്, ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാടുകളും കഴിച്ച് പ്രാർത്ഥിക്കുക. നന്ദി, നമസ്കാരം.